ഹലോ ഗൈസ്, വിജയ ലോക ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കേരള ടു ലഡാക്കിൻ്റെ മൂന്നാമത്തെ ദിവസം. ഞാൻ ആ പെട്രോൾ പമ്പിൽ നിന്ന് ഇന്നലെ സ്റ്റേ ചെയ്തത് ഒരു പെട്രോൾ പമ്പിലാണ്. ആ പെട്രോൾ പമ്പിൽ നിന്ന് പാക്ക് ചെയ്ത് ഇപ്പോൾ റോഡിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഉടുപ്പിയാണ് അടുത്തൊരു ഡെസ്റ്റിനേഷൻ ഉള്ളത്. അധികം ഇല്ല, ഒരു 20 കിലോമീറ്ററൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ അടുത്തൊരു ലൊക്കേഷൻ പിടിക്കണം. അത് കറക്റ്റായിട്ട് നോക്കിയിട്ടില്ല. എന്തായാലും ഗോവ റൂട്ട് തന്നെ ആയിരിക്കും. അപ്പോൾ ആ ഒരു റൂട്ടാണ് ഉദ്ദേശിക്കുന്നത്, ഗോവ റൂട്ട് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് മുന്നോട്ട് പോവുക. ഇന്നത്തെ ദിവസത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കി നോക്കാം. ഓക്കെ അല്ലേ? കമോൺ. ഇപ്പം സമയം ഒരു 7:20. ഞാൻ ശരിക്കും 6 മണിക്ക് എഴുന്നേറ്റു. ഇന്നലെ രാത്രി മഴ പെയ്തിരുന്നു. 2 നേരം ടെൻ്റ് അടിക്കുന്ന നേരത്തും അതിന് ശേഷമാണെങ്കിലും മഴ ഉണ്ടായിരുന്നു. ടെൻറ്റിന് വലിയ സീനുണ്ടായില്ല, പക്ഷെ അടിഭാഗമാണ്. മേൽഭാഗത്ത് നിന്ന് വെള്ളമൊന്നും വീണില്ല, പക്ഷെ അടിയിൽ നിലത്തുള്ള വെള്ളമാണ് കുറച്ചൊരു പ്രശ്നമായത്. പക്ഷേ ഞാൻ പ്ലാസ്റ്റിക് കവറൊക്കെ വിരിച്ച് അങ്ങനെ സെറ്റായി കിടന്ന് കുഴപ്പമില്ലാതൊക്കെ ഉറങ്ങി. ഏകദേശം ഒരു 11:30-12 മണിയാകുമ്പോൾ ഉറങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ കുഴപ്പമില്ലാതൊക്കെ ഉറങ്ങി. പിന്നെ ഇനിയിപ്പോൾ ഇങ്ങനെ പോവുകയാണ്. ഇനിയിപ്പോൾ പോകുന്ന വഴിയിൽ നമുക്ക് ചായ കുടിക്കണം. ഞാൻ രാവിലെ ചായ ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചു. കാരണം ഇന്നലെ വൈകുന്നേരം 7 മണി 8 മണി അതിൻ്റെ ഉള്ളിലാണ് ഫുഡ് ചെറിയ രീതിയിൽ കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ കുക്ക് ചെയ്ത് എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ കൂടുതലും അവിലോ ഓട്സോ അങ്ങനെയുള്ള സാധനങ്ങളാണ് ഉള്ളത്. അതും ചെറിയ രീതിയിലൊക്കെ സെറ്റ് ചെയ്യണം. ഇനിയിപ്പോൾ ലഗേജൊക്കെ കഴിച്ച് അതിന് സെറ്റ് ചെയ്യണ്ടേ. അതുകൊണ്ട് ഇപ്പോൾ രാവിലെ പുറത്തുനിന്ന് എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ കഴിക്കാമെന്ന് വിചാരിക്കുന്നു. ഉച്ചയ്ക്ക് കുക്കിംഗ് എന്തെങ്കിലും പ്ലാൻ ഉണ്ട്. റൈസൊക്കെ ഉണ്ട് ബാഗിൽ. അത് ആ കുക്കിംഗ് എത്രത്തോളം ശാശ്വതമാകുമെന്ന് കണ്ടറിയാം. ഓക്കെ, നല്ലൊരു സൈറ്റൊക്കെ കിട്ടുകയാണെങ്കിൽ ഉച്ചക്കത്തെ ഫുഡ് കുക്ക് ചെയ്യാൻ നോക്കണം. കുറച്ച് കഞ്ഞിയൊക്കെ ഉണ്ടാക്കി അങ്ങനെ എന്തെങ്കിലും സെറ്റ് ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇവിടുന്ന് ഇങ്ങനെ റൂട്ട് വരുന്നത് ഇവിടുന്നാവും, ഗോവ റൂട്ട് വഴിയാണ് പോണത്. ഞാൻ പ്ലാനിട്ട റൂട്ട് അഹമ്മദാബാദ് അങ്ങനെ ഒരു റൂട്ടാണ്, പഞ്ചാബ് അങ്ങനെ രാജസ്ഥാൻ അങ്ങനെ ഒരു റൂട്ടാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് പിന്നെ ഗോവ വഴിയാണ് ആ റൂട്ടുള്ളത്. ഓക്കേ, കാലാവസ്ഥ കുഴപ്പമില്ല, മഴക്കാറൊക്കെ ഉണ്ട്. മഴ പെയ്യുമോ പെയ്യില്ലേ എന്നൊക്കെ കണ്ടറിയാം. ഈ ഭാഗത്തൊക്കെ മഴ അങ്ങനെ കുറവാന്ന് പറയും. പക്ഷെ ഇന്നലെ രാത്രി പെയ്തിരുന്നു, നല്ലൊരു മഴ പെയ്തിരുന്നു. പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, കേരള ടു ലഡാക്ക് കാശ്മീരൊക്കെ പോകുന്നവർ ബൈക്കുമേ ആണെങ്കിലും ഇന്ത്യയുടെ ഫ്ലാഗ് വെച്ച് പോകണ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിക്കും, എന്തിനിപ്പോൾ ഇന്ത്യയുടെ ഫ്ലാഗ് വെക്കണം? ഇത് ഇന്ത്യയുടെ ഉള്ളിലുള്ള സ്ഥലത്ത് തന്നെയല്ലേ പോകുന്നത്. ഇന്ത്യത്തെ ആൾക്കാർ ഇന്ത്യയുടെ ഉള്ളിലുള്ള സ്ഥലത്തേക്ക് തന്നെയല്ലേ പോകുന്നത്. അപ്പോൾ എന്തിനാണ് ഫ്ലാഗ് വെക്കണമെന്ന് ആലോചിക്കും. കാരണം അങ്ങനെ ഫ്ലാഗ് വെക്കേണ്ട ആവശ്യമുണ്ടോ അറിയില്ല. ഇന്ത്യക്ക് പുറത്തൊക്കെ ആണെങ്കിൽ ഓക്കെ, നമ്മൾ ഇന്ത്യയിൽ നിന്ന് വന്നതാണെന്നുള്ളൊരിത് ഓക്കെ. പിന്നെ ഇന്നലെ ആണെങ്കിൽ ഒരുപാട് പേര് വഴിയിൽ നിന്ന് കാണുന്നവരൊക്കെ ഹാപ്പി ജേണി ഒരുപാട് ബൈക്കിൽ ഹോൺ അടിച്ചിട്ടും ഇതന്നെ ലാസ്റ്റ് മടുപ്പ് വരും. പക്ഷേ അവർ കാണുമ്പോഴെന്താ, ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ബൈക്ക് ഓടിച്ച് അവിടം വരെ പോവുക, അത് ഒരു വലിയൊരു ടാസ്ക് തന്നെയാണ്. അപ്പോൾ അത് അവരെ കൊണ്ട് ചിലപ്പോൾ പറ്റുന്നതായിരിക്കില്ല, മറ്റുള്ളവർക്ക് പറ്റുമ്പോൾ ഭയങ്കര തന്നെ അങ്ങനെ ഒരു തോന്നുന്നുണ്ടാവും. ചിലർക്കാണെങ്കിൽ പോകാൻ ആഗ്രഹമുള്ളവരുണ്ടാവും. ഇപ്പോൾ ചെറിയ ചെക്കന്മാരാണെങ്കിലും പോകാൻ ആഗ്രഹമുള്ള ചെക്കന്മാരുണ്ടാവും. അവരും അത് കാണുമ്പോൾ അടിപൊളി ബ്രോ പോവാണ് അങ്ങനെ ഭയങ്കര ഇതൊക്കെ പറയും. ചിലർ വലിയൊരു ഇതൊന്നും ഉണ്ടാവല്ലോ, പിന്നെ ഓൻ്റെ ഒരു ലഡാക്ക് അങ്ങനെ ഒരു മെൻറ്റാലിറ്റി ആവും. ചിലരങ്ങനെയല്ലേ, ഇപ്പം നമ്മൾ ഏറ്റവും അടുത്തറിയണവരാണെങ്കിലും ആത്മാർത്ഥമായിട്ട് സംസാരിക്കണവർ കുറച്ച് പേരേ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളവർ മനസ്സിലുണ്ടാവും, പിന്നെ ഓൻ ലഡാക്കിൽ പോണ്, അവന് പ്രാന്താണ്, ഓന് പ്രാന്താണ്, എത്ര പൈസ മുടക്കണം, അങ്ങനെയൊക്കെ ഒരു മെൻറ്റാലിറ്റി ആവും. നമ്മൾ കോടികൾ മുടക്കിയിട്ടാണ് പോകുന്നത്, ലക്ഷങ്ങൾ മുടക്കിയിട്ട് പോകണം എന്നുള്ളൊരു ഇതാവും. ഓരോരുത്തർക്കും ഓരോ പാഷൻ ഉണ്ടാവും, ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരത് ചെയ്യുമ്പോൾ ചിലർക്ക് പറ്റില്ല,
അവൻ വലിയ ബൈക്കൊക്കെ ഓടിച്ച് വലിയ അത് എന്നൊക്കെ പറയും. പക്ഷെ ചിലർ സപ്പോർട്ടിങ് ഉണ്ട് കേട്ടോ. എല്ലാവരും അങ്ങനെയൊന്നല്ല. അങ്ങനെ ഇപ്പോൾ വഴിയിൽ നിന്ന് കാണുന്നവരാണെങ്കിലും നമ്മൾ അറിയാത്തവരാണ്. എത്രയോ പേര് വണ്ടി സൈഡാക്കിയിട്ട് സംസാരിക്കും, അല്ലാതെ ഇങ്ങനെ പറയും, ഓ ലഡാക്ക് പോവുകയാണല്ലേ എന്നൊക്കെ പറയും. ഓക്കെ, അങ്ങനെ ഒരു ഗത. ഇപ്പോൾ ഉടുപ്പി മെയിൻ സെൻറ്റർ, മെയിൻ സിറ്റിയിൽ കൂടെയാണ് ഇപ്പോൾ പോണത്. അതിൻ്റെ മേൽപ്പാലം വഴിയാണ് ഇപ്പോൾ വണ്ടി പോണത്. അപ്പോൾ ഉടുപ്പി സിറ്റി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ലൊക്കേഷൻ, മെയിൻ ലൊക്കേഷൻ ഏതാണെന്ന് ഗൂഗിൾ മാപ്പിലൊന്ന് നോക്കണം. പിന്നെ ഒന്ന് ചായ കുടിക്കണം. ഞാൻ കൂടുതലും എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിക്കും. എന്നിട്ട് ചിലപ്പോൾ ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാവും ചിലപ്പോൾ കഴിക്കുക. അപ്പോൾ ആ നേരത്ത് നല്ല വിശന്നിരിക്കാവും. എന്നിട്ട് അടുത്ത എവിടെയെങ്കിലും കാണുമ്പോൾ നിർത്താമെന്ന് വിചാരിച്ച് ഇങ്ങനെ നോക്കി പോയി എവിടെയും നിർത്തൂല്ല. പക്ഷെ അത് ശരിയല്ല. നമുക്ക് കറക്റ്റായിട്ട് വെള്ളം കുടിക്കണം. വെള്ളം മസ്റ്റാണ്. ബൈക്ക് ഡ്രൈവിന് പോകുമ്പോൾ, ലോങ് പോകുമ്പോൾ വെള്ളം നമ്മൾ ഒരുപാട് കുടിക്കണം. ജസ്റ്റ് ദാഹം മാറാൻ മാത്രം ചെറിയൊരു കുടി കുടിച്ചാൽ പോരാ. നല്ല രീതിയിൽ വെള്ളം കുടിക്കണം, അല്ലെങ്കിൽ അതിനുള്ള പണി കിട്ടും, ഡീഹൈഡ്രേഷൻ വരും. അപ്പോൾ ഇന്നലെയൊക്കെ എനിക്കിപ്പോൾ ശരിക്കും വെള്ളം കുറവാണ്. ഇന്നൊക്കെ നല്ല രീതിയിൽ വെള്ളം കുടിക്കണം. ഓക്കെ, അതിനനുസരിച്ച് നമ്മൾ ആവശ്യത്തിനുള്ള ഫുഡും കഴിക്കണം. ഒരുപാട് ഫുഡ് വാരി വലിച്ച് കഴിക്കുകയല്ല, അത്യാവശ്യം ഫുഡുകളും നമ്മൾ കഴിക്കണം. അല്ലെങ്കിൽ ആകെ ടയേർഡാവും. ആവശ്യത്തിന് റെസ്റ്റ് എടുക്കണം. അതൊക്കെയാണ്. അങ്ങനെ കുറച്ച് ദൂരം കൂടി വന്ന് ഇപ്പോൾ പനാജി റൂട്ടിലാണുള്ളത്. നമ്മൾ ഉടുപ്പി കഴിഞ്ഞ് പിന്നെ ആ റൂട്ടിന് അതിനിടയ്ക്ക് നല്ല മഴ പെയ്തിട്ടാണ്. ഞാൻ കോട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കോട്ടൊക്കെ ഊരി വെച്ചാണ്. ഇപ്പോൾ നല്ല വെയിലൊക്കെ വന്ന് നല്ല മഴ ഉണ്ടായിരുന്നു ആ സമയത്ത്. ഓക്കെ, ഇപ്പോഴും ഫുഡൊന്നും കഴിച്ചില്ല. 9 മണി ആവാറായി. ഇനി അടുത്ത് ഫുഡ് കഴിക്കില്ല. ഇനി അത് കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി കാര്യം. അത് ശരി. അങ്ങനെ ഞാനൊരു ഹോട്ടലിൽ കയറി മസാല ദോശ പറഞ്ഞിട്ടുണ്ട്. മസാല ദോശയും ചായ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് ഏതാണ് സ്ഥലം എനിക്ക് മനസ്സിലായില്ല. മാപ്പ് നോക്കിയിട്ടില്ല. കൂടുതലും ബോർഡ് നോക്കിയിട്ടാണ് പോണത്. അത്രയും ഇതുണ്ടെങ്കിലേ മാപ്പ് പോകുള്ളൂ. പിന്നെ അത് നോക്കിക്കണ്ടേ. അപ്പോൾ തൽക്കാലം ബോർഡൊക്കെ നോക്കി പോകും. അത്രയും ഫുൾ ഏരിയ അല്ലെങ്കിൽ അത്രയും റൂട്ട് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ മാത്രം മാപ്പ് പോകും. മസാല ദോശ റെഡി. അങ്ങനെ അവിടുന്ന് ചായ കുടിച്ച് അവിടുന്ന് അങ്ങനെ ഇറങ്ങി. അപ്പോൾ അവിടുന്ന് ഒരു കാറിൽ വന്ന ഒരാൾ ചോദിച്ചു കേട്ടോ, ഹിന്ദിയിലാണ് സംസാരിച്ചത്. അയാൾ കർണാടകക്കാരനാണ്. എത്ര ദിവസം പിടിക്കും, സാധാരണ ഇപ്പോൾ ആൾക്കാർ ചോദിക്കുന്ന പോലെ തന്നെ അങ്ങനെയൊക്കെ ചോദിച്ചു. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പം നല്ല കാലാവസ്ഥ കേട്ടോ. അപ്പോൾ നല്ല വെയിലായി. ഇങ്ങനെ മതി. കാരണം മഴ പെയ്തുകൊണ്ട് ഓൾറെഡി ചെറിയൊരു തണുപ്പ് പോലെയൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ചൂടൊന്നും അറിയണില്ല. ഇനിയിപ്പോൾ പനാജി റൂട്ട് അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കേരളത്തിൽ നല്ല NH നല്ല റോഡ്, ചില സ്ഥലത്തൊക്കെ പണി കഴിയാത്തേക്കേ ഉള്ളൂ. പക്ഷെ എന്നാലും നല്ല റോഡാണ്. ഇവിടെ എത്തിയപ്പോഴും വലിയ സീനൊന്നും ഇതുവരില്ല. ഇനി അങ്ങോട്ട് പോകുന്തോറും എങ്ങനെയാണെന്ന് നോക്കി നോക്കാം. അയ്യോ, ഇവിടെ ഒരു ബീച്ച് ഉണ്ടല്ലിയാ. അടിപൊളി ബീച്ച് ഉണ്ടല്ലോ. ആഹാ, ഓഹോ, ഓമോ, തിരമാല അടിക്കണത് അടിപൊളി. അതാ അങ്ങോട്ടേക്ക് ഇറക്കി വെക്കാം. അളിയാ, പ്രതീക്ഷിക്കാതൊരു ബീച്ച് കിട്ടിയല്ലോ. കടൽ തീരം ഏതാ വൈബ്. 3-ാം ദിവസം ഒരു കടൽ തീരം. വണ്ടി അവിടെ വർക്ക് ചെയ്തിരിക്കണം.
അയ്യവ കടല് തന്നെ. അടിപൊളി ലൊക്കേഷൻ. NH സൈഡിൽ തന്നെ. അടിപൊളി 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 അടിപൊളി. ഓക്കെ, ഇവിടുന്ന് പോവാ. കടൽ തീരത്തിൻ്റെ സൈഡിലൂടെയുള്ള NH NH 66 ഞാനിപ്പോൾ പോകുന്നത്. എന്തൊക്കെ പറഞ്ഞാലും കടലൊരു അത്ഭുതം തന്നെയല്ലേ. നമ്മൾ ഇപ്പോൾ ആരാണെങ്കിലും വെറുതെ ഇതിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ നിൽക്കുക, നോക്കി നിൽക്കുക. സംഭവം വെറും വെള്ളം, പക്ഷെ ആ തിരമാല അടിക്കണതും അതിൻ്റെ ഒരു കടലെന്ന് പറയുമ്പോൾ അതിനൊരു ഭീകരതയും ഒരു അതിശയമൊക്കെ ഉണ്ട്. അതുതന്നെയാണ് അതിൻ്റെ ഒരു ഇത്. അടുത്തത് നമുക്ക് ബൈക്കിൻ്റെ ചെയിനൊന്ന് ടൈറ്റ് ചെയ്യണം. ചെയിനൊന്ന് ലൂസായിട്ടുണ്ട്. അത് ഇടയ്ക്ക് കുറേ ഓടിയാൽ ഒന്ന് ടൈറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഉള്ളൊരു കാര്യമാണ് ബാക്ക് ടയർ കുറച്ച് ഓടിയിട്ട് മാറ്റാമെന്നുള്ളതിലാണ്. എന്തായാലും ലഡാക്കിൽ ടയർ പറ്റില്ല, അതിന് മുമ്പ് എന്തായാലും മാറ്റേണ്ടി വരും. അപ്പം ഞാനത് പുതിയതിട്ടിട്ട് വരണ്ട, ഇത് ഓടി അത് തേഞ്ഞ് അത് മാറ്റിയാൽ മതിയല്ലോ. പിന്നെ അത് മാറ്റി വെക്കേണ്ട ആവശ്യമില്ലല്ലോ ആദ്യം തന്നെ. പിന്നെ നമുക്ക് പമ്പിൽ നിന്ന് ഒരു കുപ്പി വെള്ളം എടുക്കണം, ടോയ്ലറ്റ് യൂസ് ചെയ്യണം. അങ്ങനെ കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു കാറിലെടുത്ത് പോയിട്ട് അവരിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ തംസപ്പ് ഇങ്ങനെ കാണിച്ച്. ഓക്കെ, അങ്ങനെ കുറേ പേര്. ശരിക്കും ഇപ്പോൾ കേരളത്തിലുള്ളവർ ഇവിടുന്ന് കാണാൻ ഇനി കേരളക്കാരെ കണ്ടാൽ ഒരു ഇതാണ്. പൻവേൽ 775 കിലോമീറ്റർ അവിടെ എഴുതിയിട്ടുണ്ട്. ഇനി കേരളത്തിലുള്ളവരെ കണ്ടാൽ അവർ വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യും. കാരണം കേരളത്തിൽ നിന്നാണെങ്കിലും ഒരുപാട് പേരിങ്ങനെ ഹാപ്പി ജേണി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സംസാരിച്ചിരുന്നു. ഒരുപാട് പേരുണ്ടായിരുന്നു. ഇപ്പോൾ കേരളം കഴിഞ്ഞ് കർണാടക എത്തി. ഇനി കർണാടക കഴിഞ്ഞ് ഗോവയിലേക്ക് കടന്നാലും കേരളത്തിൽ നിന്നുള്ളവരാരെങ്കിലും കണ്ടാലും വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യും. ഇനി കേരളത്തിൻ്റെ ഒരു രജിസ്ട്രേഷൻ വണ്ടി കാണുന്നത് ഒരു ഫീൽ തന്നെയാണ്. വർക്ക്ഷോപ്പ് കണ്ട് അപ്പോൾ ഒന്ന് ചെയിൻ ടൈറ്റ് ചെയ്ത് പോവുക. വണ്ടികളൊന്നും വരുന്നില്ല. ഒരു ബൈക്കിൻ്റെ വർക്ക്ഷോപ്പ് ഉണ്ട്. ചെയിൻ ടൈറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ തൽക്കാലം. ചെയിൻ ടൈറ്റ് അങ്ങനെ ചെയിൻ ടൈറ്റ് ചെയ്തു അവിടെ നിന്ന് അങ്ങനെ മൂവ് ആവുകയാണ്. യാത്രകൾ എപ്പോഴും നമ്മൾ ഓർക്കും, എത്ര കാലം കഴിഞ്ഞാലും. ചിലർക്ക് ഇത് കാണുമ്പോൾ എന്തിങ്ങനെ യാത്രകളൊക്കെ പോയിട്ട് പറയും. പക്ഷെ അതിനൊരു ഇത് പോയവനൊക്കെ അറിയുള്ളൂ. എല്ലാത്തവരും ഇങ്ങനെ പറയും. വലിയൊരു അമ്പലം ജസ്റ്റ് ഒന്ന് കാണിച്ചു. അടിപൊളി അമ്പലം. അടിപൊളി അമ്പലം. വലിയൊരു അമ്പലമാണ്. എന്താ കയറി ചെല്ലണോടത്ത് കുതിരയെ ആനെ എന്തൊക്കെയോ കൊത്തുപണികളൊക്കെ. ഓക്കെ, റോഡ് സൈഡിൽ തന്നെയാണത്. ബൈക്കിൽ ചെക്കന്മാർ വന്നിട്ട് എത്ര ദൂരമാവും, എത്ര കിലോമീറ്റർ ഉണ്ട്, എത്ര ബഡ്ജറ്റാവും, ഒറ്റയ്ക്കാണോ പോകണമെന്നൊക്കെ ചോദിച്ചിട്ട് ബാക്കിലുണ്ട്. അവർ ചാനലിൻ്റെ പേര് എഴുതിയെടുക്കണം. അവർക്കും പ്ലാൻ ഉണ്ട് അങ്ങനെ പോകാനൊക്കെ. അവർ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ ഇൻസ്റ്റയിൽ മെൻഷൻ ചെയ്യണം. ഓക്കെ ഓക്കെ അവർ പോയി.
അവർ നമ്പറൊക്കെ സേവ് ചെയ്തെടുത്തിട്ടുണ്ട്. അവരെന്തോ പറഞ്ഞ് ഹിന്ദിയിലാണ് സംസാരിച്ചത്. അവർ കർണാടകക്കാരാണ്. അവരുടെ എന്തോ ഒരു ചാനലുണ്ടെന്നോ എന്തൊരു ടീം ഉണ്ടെന്നോ. അപ്പോൾ നമ്പർ വാങ്ങിയ ഫോൺ നമ്പർ. ഓക്കെ, അങ്ങനെ എത്ര ആൾക്കാരെ കാണും അല്ലേ. പശു പൊന്നാര പശു. വേറെ എത്ര സ്ഥലമുണ്ട് ആ പറമ്പിൽ. റോട്ടിലെന്താ പുല്ല് മുളച്ചിരിക്കുക. പശുവിന് കാവലായിട്ട് കുറേ നായക്കൾ. ഹലോ, നായ കുറുക്കനാ? നായനെ തോന്നുന്നു. വരിയായിട്ട് പോണ നായക്കൾ കുറേ ഉണ്ടല്ലോ. പശുവിന് കാവല മോനെ. ഓ, ഇത് മലയോര പ്രദേശമാണിത്. ഒരു കാട് വെട്ടി റോഡാക്കിയതാണ്. പണ്ടത്തെ കാടാണ് തോന്നുന്നു. അടുത്ത മഴയ്ക്ക് ഇത് ഇവിടെ തട്ടി കൂട്ടുന്നുണ്ട്. ഇരുട്ടായി. അത് അടുത്ത മഴയ്ക്കുള്ളതൊക്കെ വരുന്നുണ്ട്. പെട്രോൾ പമ്പ് തിരയുമ്പോൾ പെട്രോൾ പമ്പൊക്കെ ആ സൈഡിലാണ്. ആവശ്യത്തിന് തന്നെ ചായ കുടിക്കാൻ വിചാരിച്ചാൽ ചായക്കടയൊക്കെ അപ്പുറത്താവും, അല്ലെങ്കിൽ ചായക്കട കാണുകയില്ല. അങ്ങനെയൊക്കെയാണ് കഥ. പെട്രോൾ പമ്പിലൊന്ന് കയറണം, വെള്ളം എടുക്കണം, നമുക്ക് ടോയ്ലറ്റ് യൂസ് ചെയ്യണം. അങ്ങനെ മഴ ഇപ്പോൾ പെയ്യല്ലോ. അന്തരീക്ഷം മാറിയിട്ടോ, പെട്ടെന്ന് മാറി. ഇല്ല, യാത്ര തുടങ്ങിയിട്ട് 3-ാമത്തെ ദിവസമായി. അപ്പോൾ കാറ്റുണ്ടല്ലോ, അടിപൊളി കാറ്റ്. വണ്ടി പാളാതെ നോക്കണം. ബൈക്കൊക്കെ ഇത് ഹൈറ്റുള്ള സ്ഥലത്തേക്ക് ചിലപ്പോൾ പാളും. മെല്ലെ പോവാം. വണ്ടി നമ്മൾ വിചാരിച്ചെടുത്ത് നിൽക്കില്ല. പെട്ടെന്നൊരു പാളിയാ ചെരിയും. വീഡിയോ എഡിറ്റ് ചെയ്യണം. വീഡിയോ എഡിറ്റിങ് 3-ാമത്തെ ദിവസമായല്ലോ. അപ്പോൾ യാത്ര തുടങ്ങിയ 1-ാമത്തെ ദിവസത്തിൻ്റെ വീഡിയോ ഇന്ന് നൈറ്റ് എന്തായാലും ഇടാൻ നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എവിടെയെങ്കിലും 1-2 മണിക്കൂർ മഴ പെയ്ത് ഒന്ന് നല്ല സേഫായിട്ടുള്ള നല്ലൊരു സ്ഥലം കിട്ടിയാൽ ഇരിക്കാനൊക്കെ കിട്ടിയ സൈഡാക്ക് മോനെ സൈഡ് കോട്ടിടണ്ടേ. സബാഷ്. അങ്ങനെ അവിടെ ആ മഴയൊക്കെ പെയ്തിട്ട് കോട്ടൊക്കെ ഇട്ടു. അപ്പോൾ ഒരു മലയാളികളെ കണ്ടുകൂടെ, ചെക്കന്മാരവിടെ പഠിക്കാൻ വരുന്നത്. എന്നിട്ട് അവിടുന്ന് അങ്ങനെ വന്നു. പിന്നെ മഴയൊക്കെ തോന്നുന്നത് അപ്പോൾ അടിപൊളി വെയിൽ. എന്താ രസം. ആ വെയിലത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അതിന് ഫുൾ ടൈം മഴയായിരുന്നു. ഇങ്ങനെ വെയിൽ ഇപ്പം അടുത്തൊന്നും ഉണ്ടായിട്ടില്ല. നല്ലൊരു വെയിൽ, നല്ല ചൂടും ഉണ്ട് കേട്ടോ. അപ്പം മൊത്തത്തിലൊന്ന് ചൂടാവട്ടെ. അങ്ങനെ കുറച്ച് കടലയൊക്കെ ഉണ്ടായിരുന്നു. കടലയൊക്കെ എടുത്ത് ഇങ്ങനെ തിന്നുകയാണ്. റോഡ് സൈഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. കുറച്ച് നേരം റെസ്റ്റ്. കുറച്ച് നേരം വെയിൽ കൊള്ളാന്ന് വിചാരിച്ചിരുന്നതാണ്. ഒടുക്കത്തെ ചൂട്. ഇക്കണ്ട നേരം മഴയും സംഭവങ്ങളൊക്കെ ആയിട്ട് ആകെ സീനായിരുന്നു. ഇപ്പോൾ ഇതാ ഇവിടെ സൈഡാക്കി മറ്റേ ജാക്കറ്റും ഗ്ലൗസും ഇതൊക്കെ വെയിൽ കൊള്ളാൻ വെച്ചിരിക്കുകയാണ്. ഇവിടെ അടുത്തെവിടെയും പുഴ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ജോഡി ഡ്രസ്സ് അലക്കിയിട്ട് ഇവിടെ വേണമെങ്കിൽ ഉണക്കാണ്ടായിരുന്നു. എന്നിട്ട് നല്ലൊരു തണൽ നോക്കിയിട്ട് ഇരുന്ന് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് പിന്നെ യാത്ര തുടങ്ങിയായിരുന്നു. ഓക്കെ, ഒരു 10 മിനിറ്റും കൂടി ഇവിടെ നിൽക്കും, എന്നിട്ട് പോവാം. അപ്പോൾ ഈ ഒരു പമ്പിൽ നിന്ന് വെള്ളം എടുത്തു, ടോയ്ലറ്റ് യൂസ് ചെയ്ത് അങ്ങനെ ഇവിടുന്ന് മൂവ് ആവുകയാണ്. താക്കോല ഇവിടെ, ഇതാണ് കുഴപ്പം. താക്കോല് 4 പോക്കറ്റും ഉണ്ട്. എന്നിട്ട് ഇറങ്ങും. ചിലപ്പോൾ ഏതെങ്കിലും ഒരു പോക്കറ്റിലിടും. പിന്നെ എടുക്കാൻ നേരത്തെ ഏത് പോക്കറ്റിലാണ് ഇട്ടേന്നുണ്ടല്ലോ. കിട്ടി. പമ്പിൽ നിന്നും നമ്മൾ വീട് വാങ്ങുന്നു. വെള്ളവും ടോയ്ലറ്റ് സൗകര്യവും സമ്മാനിച്ച ഇന്ത്യൻ ഓയിൽ പെട്രോൾ കമ്പനിക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്ത ലൊക്കേഷൻ അവിടെ ഒരു കുന്നൊക്കെ ഉണ്ടോ. നല്ല വെയിലാണ് കേട്ടോ. എന്തായിരുന്നു മഴ. വെയിലെന്ന് പറഞ്ഞാൽ ഞാൻ ആ സൈഡിൽ അവിടെ ഇരുന്നിരുന്നില്ലേ, എന്ത് ചൂടായിരുന്നു അവിടെ. കുറച്ചേരം ഒന്ന് ചൂടായി.
ജാക്കറ്റും ഗ്ലൗസൊക്കെ നനഞ്ഞിരിക്കല്ലേ. അപ്പോൾ ഒന്നങ്ങോട്ട് കുറച്ച് നേരം അങ്ങോട്ട് ഇരുന്നപ്പോൾ ചൂടായി. എന്താണ്, കോടയാണോ ആരെങ്കിലും തീയിട്ടതാണോ? അവിടെ ഒരു എവിടെ തീയിട്ടാണ്. കോടയൊന്നും ഉണ്ടാകാൻ വഴിയില്ല ഈ നട്ടുച്ചയ്ക്ക്. അവിടെ തീയിട്ടോ. സമയം ഇപ്പം എത്ര മണിയായി? ഒരു 12-12:30 ആയിട്ടുണ്ടാവും. ഇങ്ങനെ റോഡ് വ്യൂ മാത്രം കാണിക്കാതെ ഒന്ന് സൈഡിൽ എന്തെങ്കിലും നല്ല സ്ഥലങ്ങൾ കാണുകയാണെങ്കിൽ നമ്മൾ അത് കണ്ടാൽ എടുക്കുന്നുണ്ട് കേട്ടോ. കൂടുതലും റോഡ് സംസാരം, ഇനി ബോറടിക്കണ്ട. എന്തെങ്കിലും നല്ലൊരു ലൊക്കേഷനോ അതൊക്കെ കാണുകയാണെങ്കിൽ അവിടെ വണ്ടി നിർത്തി നമ്മളതൊക്കെ കണ്ട് അങ്ങനെ മെല്ലെ പോവാം. ഏതോ ഒരു സ്ഥലം റോഡ് സൈഡിലൊരു വ്യൂ നോക്ക്. അവർ നല്ല രസമുണ്ട്. ഒരു പാടം പോലെ ഒരു ഗ്രൗണ്ട്, അവിടെ കുറേ പശുക്കൾ ആ ഒരു സൈഡിലൊക്കെ ഉണ്ട്. കുറേ പശുക്കളെ മേയ്ക്കാൻ പറ്റിയിട്ട് അങ്ങനെയൊക്കെ ആയിട്ട് അടിപൊളി സ്ഥലം. കൊള്ളാം. അങ്ങനെ കുറേ ദൂരത്തെ ഡ്രൈവിങ്ങിന് ശേഷം, അല്ല അതിനിടയ്ക്ക് ഞാൻ ഒരു സ്ഥലത്ത് റെസ്റ്റൊക്കെ ചെയ്തു കേട്ടോ. ഒരു 1/4 മണിക്കൂറോളം റോഡ് സൈഡിൽ ഒരു മരത്തിൻ്റെ അവിടെയൊക്കെ കുറേ നേരമൊക്കെ ഇടുന്നു. ഒരു ചെറിയ എഡിറ്റിങ്ങൊക്കെ ചെയ്യാൻ നോക്കി. അങ്ങനെയൊക്കെ പിന്നെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. പിന്നെ വെറും റോഡ് വിഷ്വൽ മാത്രം എടുക്കുമ്പോൾ സംഭവം വലിയ രസമായിട്ട് തോന്നില്ലല്ലോ. അങ്ങനെ വീണ്ടും ഒരു ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ വന്ന് അങ്ങനെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി അങ്ങനെ ഇരുന്നതാണ്. ഓക്കെ, കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ ഇരിക്കാമെന്ന് വിചാരിച്ചു. സമയം വൈകുന്നേരം 4 മണി ആവാറായി. 4 മണി ഏകദേശം ആയിക്കൊണ്ടിരിക്കും. എന്ത് കുരങ്ങനോ പോയാ? പോണു. എന്ത് വലുതാ? പോയി അവിടെ കാടൊക്കെയാണ്. കുരങ്ങൻ. ഓക്കെ, കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ടേ പോവാ. കർവാർ എന്നുള്ളൊരു സ്ഥലമുണ്ട്. നമ്മുടെ ഗോവയും കർണാടകയും ഒരു അതിർത്തി സ്ഥലമായിട്ട് തന്നെ. കർണാടകത്തെ ലാസ്റ്റ് ഒരു സ്ഥലമുണ്ട്. അവിടെ എത്തുമെന്നാണ് നോക്കുന്നത്. കർണാടക മൊത്തം അങ്ങനെ കഴിയാണ്ടല്ലോ, നോക്കട്ടെ. ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുത്തിട്ട് കുറച്ച് നേരമായി. ഞാൻ പിന്നെ ഈ റോഡ് തന്നെ ഇങ്ങനെ കാണിച്ചുകൊണ്ട് കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. സമയം ഇപ്പോൾ 6 മണി കഴിഞ്ഞിട്ടാണ്, വൈകുന്നേരമായി. ഇനിയിപ്പോൾ നമ്മൾ കർവാർ എന്നുള്ള സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതായത് കർണാടക ഗോവ അതിർത്തി ആ ഒരു ടൗണാണത്. അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതിന് മുമ്പ് പറ്റിയ ഏതെങ്കിലും ഒരു സ്ഥലം കണ്ടാൽ ഇന്ന് നൈറ്റ് അവിടെ കൂടാം. അങ്ങനെ ഞാൻ പിന്നെ അങ്ങനെ അധികം ഒന്നും അങ്ങനെ വീഡിയോ, അതിൻ്റെ ഇടയ്ക്ക് ഫുഡ് കഴിച്ചു. അങ്ങനെ റൈസ് കഴിച്ചു. നമ്മുടെ കുക്കിംഗ് പരിപാടിയൊന്നും തുടങ്ങിയിട്ടില്ല. ഞാൻ ഒക്കെ NH അങ്ങനെയുള്ള ഒരു ഏരിയയിലൊക്കെ അല്ലേ. പിന്നെ ഇപ്പോഴത്തെ 3ാമത്തെ ദിവസമായിട്ടല്ലേ ഉള്ളൂ. അടിയന്തര ഘട്ടങ്ങൾ ആവശ്യം ഉണ്ടാവും ചിലപ്പോൾ. അതുകൊണ്ട് നമ്മുടെ അടുക്കളയൊന്നും പുകഞ്ഞിട്ടില്ല. അതിനുള്ള ഒരു ഇതായിട്ടില്ല. ഇപ്പം ഇങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി കുറച്ചും കൂടി ഒന്ന് മുന്നോട്ട് പോയേക്കാം. എന്താ ലെവൽ നോക്കട്ടെ. ഇപ്പോൾ ഈ റോഡ് അങ്ങനെ വലിയ സിറ്റിയിൽ കൂടെ ഒന്നും അല്ല. അത് കുറേ ദൂരമായിട്ട് കുറേ നേരമായിട്ട് ഇതേ ലെവലാണ്. റോഡ് സൈഡൊക്കെ അങ്ങനെ കാടും അതിനിടെ കുറേ വീടുകളൊക്കെ ഉണ്ട്. എന്നാലും വലിയ ടൗണുകളൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ടില്ല. അങ്ങനെ ഒരു ഏരിയ കൂടെയാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ അങ്ങനെ കർവാർ എത്താറ. ഇവിടെ ഒരു ടണലുണ്ട് കേട്ടോ. വലിയൊരു മല തുരന്ന് വലിയൊരു ടണൽ ഹൈവ. അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഇപ്പോൾ പോണത്. ആദ്യമായിട്ടൊരു ടണലിൻ്റെ ഉള്ളിൽ കൂടെ പോകണം. ഇത്രയും വലിയ ടണലിൻ്റെ ഉള്ളിൽ. നമ്മുടെ കുതിരാനിലൊക്കെ വന്നിട്ടുണ്ട്. ആദ്യമായിട്ട് എങ്ങനെ ഒരു ടണലിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നത്. ഹൈവ ഇതൊക്കെ തുരന്നുണ്ടാക്കാൻ. ഇപ്പോൾ സോജില പാസ് മറ്റേ ലേ ആ ഒരു സ്ഥലത്ത് വരുന്നുണ്ടല്ലോ ടണൽ. വാവ്, ഒന്നും കൂടി ഉണ്ട്. അവിടെയുണ്ട്. ഇത് വലിയ മല തുറന്നിട്ടാണത്. അവിടെയുണ്ട്.
ഇതാ 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 ഒരു മുഴക്കം അതിൻ്റെ ഉള്ളിൽ. അത് കഴിഞ്ഞു. ഇനി ഏതാ റൂട്ട്? ഗോവയിലേക്ക് ഇങ്ങനെയാണ് പോകേണ്ടത്. ലെഫ്റ്റ് പോയാലാണ് കർവാർ. നമുക്ക് കർവാർ മെയിൻ ടൗൺ ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. കടൽ തീരാണ് അവിടെ, അങ്ങനെ കാണില്ല. അങ്ങനെ മക്കളെ ഒന്നും പറയണ്ട, ഞാൻ ഗോവയിലേക്ക് കടന്ന് അതിന് ശേഷം ഒരു സിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എന്തെങ്കിലും റൂമോ എന്തെങ്കിലും ഹോം സ്റ്റേ അല്ലെങ്കിൽ ചെറിയ ബഡ്ജറ്റ് കുറച്ച് രീതിയിൽ എന്തെങ്കിലും റൂം എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അവിടെ നിന്ന് റൂട്ട് തെറ്റി ഞാൻ സാധാരണ വരുന്ന പോലെ ഈ ലഡാക്ക് പോണ റൂട്ടിന് തന്നെ കയറി കുറേ വന്ന് പിന്നെ നോക്കുമ്പോൾ ആ കാടാണ്, ഫുള്ള് ഫോറസ്റ്റിൽ കൂടെയാണ് NH. അതൊരു 30-35 കിലോമീറ്റർ അത് മൊത്തം ഓടിച്ച് കഴിക്കേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ടും പിന്നെ ഗോവയിൽ, അതിനു മുന്നേ ഗോവയിൽ കടന്ന് പിന്നെ അടുത്തൊരു സിറ്റി എന്ന് പറയുന്നത് മഡ്ഗോണാണ്. അവിടേക്ക് പിന്നെ ഉണ്ടായിരുന്നു 20 കിലോമീറ്ററോളം. അങ്ങനെ ഏകദേശം മഡ്ഗോൺ സിറ്റിയിലെത്താൻ വേണ്ടിയിട്ട് 8 മണിക്ക് മുന്നേ റൂം എടുത്തിട്ട് സെറ്റ് ആവേണ്ട ഞാൻ പിന്നെ മഡ്ഗോണിൽ വന്ന്, ഗോവയിൽ മഡ്ഗോണുണ്ട്, അവിടുത്തെ സിറ്റിയിൽ വന്ന് റൂം എടുത്ത് റൂം എടുക്കുമ്പോൾ തന്നെ 10:40 അങ്ങനെ ഒരു പണി കിട്ടി. അങ്ങനെതാ റൂമൊക്കെ അടുത്ത് ഒക്കെ വരിക്ക് വാരി ഇട്ടിട്ടുണ്ട്. ഒരു ജോഡി ഡ്രസ്സ് ഉണ്ടായിരുന്നു, അലക്കി കുളിച്ചു. ഇനിയിപ്പോൾ റൂം എടുക്കലൊന്നും ഞാൻ അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് റൂം എടുക്കൊന്നുമില്ല. പക്ഷേ ഇതൊരു അത്രയും അടിയന്തര ഘട്ടമായത് കൊണ്ട് റൂം എടുത്തു. അങ്ങനെ റൂം എടുത്ത് സെറ്റായി. ഇപ്പോൾ ഏകദേശം 11:30 ആയി. ഇനി ഒന്ന് കിടന്നുറങ്ങാം. നാളെ ഡ്രൈവിങ് കുറച്ച് കുറയ്ക്കും, കാരണം ഇന്ന് കുറച്ച് ക്ഷീണം കൂടുതലാണ്. കാരണം നൈറ്റ് ഡ്രൈവ് ഉണ്ടായിരുന്നു, പകലും ഡ്രൈവ്, നല്ലൊരു റെസ്റ്റ് പോലെ എടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ നാളെ എന്തായാലും 11 മണിക്കാണ് ചെക്കൗട്ട്. അപ്പോൾ 11 മണിക്ക് ശേഷം പുറത്തിറങ്ങി ഇപ്പോൾ ഗോവയിലുള്ളത്. അപ്പോൾ മെല്ലെ ഒന്ന് ഇവിടുത്തെ ഒരു പോണ വഴിയിൽ ഏതെങ്കിലും ബീച്ചൊക്കെ ഉണ്ടെങ്കിൽ കാണാം, കാഴ്ചകൾ എന്തെങ്കിലും നല്ല അടിപൊളി കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ കാണാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ദിവസം കേരള ടു ലഡാക്കിൻ്റെ 3ാമത്തെ ദിവസത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.